നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ആയ നിഫ്റ്റിയിൽ നമ്മൾ എങ്ങനെ അഡ്വാൻസ്ഡ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നിഫ്റ്റി 50 ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ വേർഷൻ 1 വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ഒരു വീഡിയോ. അതായത് ആ ഒരു വേർഷൻ 1 അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ എന്താണ്? വേർഷൻ 2 ആണ്. അപ്പം വേർഷൻ 1 പഠിച്ചതിന് ശേഷം വേർഷൻ 2 പഠിക്കുക. അതിനുശേഷം ഈ വേർഷൻ 1ൻ്റെയും വേർഷൻ 2ൻ്റെയും ഒരു കോമ്പിനേഷനായി നമുക്ക് വേർഷൻ 3 ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് ചെയ്ത് മുമ്പോട്ട് പോയി നല്ലൊരു റിട്ടേൺ, നല്ലൊരു മെത്തേഡ് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണ്? വേർഷൻ 2. ഓക്കെ, അപ്പോൾ വേർഷൻ 1 ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേർഷൻ 1ൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വേർഷൻ 3യുടെ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം കിട്ടും. അതുപോലെ തന്നെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഒരു സ്ട്രാറ്റജീസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു നല്ല രീതിയിൽ നല്ല സ്ട്രാറ്റജീസ് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ട്രാറ്റജീസും നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി പ്ലേലിസ്റ്റിൽ പോയി പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും കൃത്യമായിട്ട് വാല്യുബിൾ കണ്ടൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വേർഷനിൽ എന്താണ് പഠിച്ചത്? നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് പഠിപ്പിച്ചത്. ഓക്കെ, ഇനി എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഗോൾഡിൽ വിശ്വാസമുണ്ടോ? അതായത് ഇന്നിപ്പം ആ ഒരു ഗോൾഡ് 70,000 ലെവലിലാണ് നിൽക്കുന്നത്. 10 ഗ്രാം 24K ക്യാരറ്റ് ഗോൾഡ് എങ്കിൽ അത് നാളെ അത് 65,000 വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത്രയും വിശ്വാസമുണ്ടോ? അതായത് ഇന്ന് 65,000 നിൽക്കുന്നതെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പം അല്ലെങ്കിൽ 1-2 വർഷം കഴിയുമ്പോഴത്തേനും അത് വീണ്ടും 70,000 അല്ലെങ്കിൽ 70,000 കൂടി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും പറയും അത് കൂടി പോകാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ കൂടി പോകുമെന്ന് തന്നെ പറയും. അപ്പോൾ ഈ പ്രസൻറ്റ് സിനാരിയോയിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ആശയം? അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് ഗോൾഡ് കുറഞ്ഞ വാല്യൂവിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അത് കൂടും എന്ന് നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. ഈ ഒരു വേർഷൻ 2 അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേർഷൻ 1 മാത്രം ചെയ്യാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം വേർഷൻ 2 പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ കുറച്ചുകൂടെ മണി മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി നല്ല റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ ഗോൾഡിൽ നമുക്ക് എങ്ങനെ അഡ്വാൻസ്ഡ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോൾഡിലേക്ക് വരുമ്പം നമുക്ക് എന്താണ് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്താണ്? നമുക്ക് കടയിൽ പോയി ഗോൾഡ് വാങ്ങി നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ എന്താണ് കുറച്ച് മേക്കിംഗ് ചാർജും അതുപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി, അത് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ലോക്കറൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ചാർജ്, ഇങ്ങനെയുള്ള ചാർജസൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം ഒഴിവായി നമുക്ക് വളരെ സുതാര്യമായ നമുക്ക് ഗോൾഡ് വാങ്ങാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അതായത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഈ മേക്കിംഗ് ചാർജോ ഈ കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് ഗോൾഡ് വാങ്ങി വേണമെങ്കിൽ കുറച്ച് ഗോൾഡ് വാങ്ങാം, കൂടുതൽ ഗോൾഡ് വേണമെങ്കിൽ കൂടുതൽ ഗോൾഡായിട്ട് നമുക്ക് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ETF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗോൾഡിൻ്റെ ETF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കമ്പനിയാണ് നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞത്. അതായത് ഇതിൻ്റെ പേരെന്താണ്? ഗോൾഡ് ബീസ് എന്നാണ് ഈ ഒരു ETF പേര്. അതായത് ഗോൾഡ് ബീസിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നതെങ്കിലും നിങ്ങളുടെ കയ്യിൽ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ഗോൾഡ് തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഡിജിറ്റലായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മാത്രം ഓർത്തിരിക്കുക. എക്സാക്റ്റ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ഫിസിക്കൽ ഗോൾഡ് ഓൾറെഡി സ്റ്റോറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗോൾഡ് പീസ് വാങ്ങുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഗോൾഡിലെ എക്സാക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നടക്കുന്നത്. അപ്പോൾ ഗോൾഡ് പീസിൻ്റെ ഒപ്പം തന്നെ മറ്റ് കമ്പനികളും ഇവിടെ അവൈലബിൾ ആണ്. ഏതാണ്? നമുക്ക് വേണമെങ്കിൽ HDFC ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് വാങ്ങാം, അല്ലെങ്കിൽ ICICIയുടെ ഗോൾഡ് ETF വാങ്ങാം, അല്ലെങ്കിൽ SBIയുടെ ഗോൾഡ് ETF വാങ്ങാം. അപ്പോൾ എന്താണ് ഇവിടെ മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കും. ഇവിടെ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കുമ്പോൾ നമുക്കിവിടെ HDFC 5,066 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ളത്, ടേൺ ഓവർ ഉള്ളത്. നമുക്ക് ICICI 4,900, SBI ആണെങ്കിൽ 4,700. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടത്, അപ്പം ടേൺ ഓവർ ഏറ്റവും കൂടുതലുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ 0.59, 0.50, 0.65. അപ്പം നമുക്ക് എക്സ്പെൻസ് റേഷ്യോ എത്ര കുറവാണോ അത്രയും നല്ലതാണ്. അപ്പം ഇവിടെ നമ്മൾ നിപ്പോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കിവിടെ മാർക്കറ്റ് ക്യാപിറ്റൽ 11,145 കോടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിപ്പോൺ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും നല്ലൊരു മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സ്ട്രെങ്തിൽ പോകുന്ന ETF ആയതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞ ETF എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് ബീസിന് പകരം മറ്റ് ETFകളും എടുക്കാം. ഓക്കെ, ഗോൾഡ് ബീസ് സെലക്ട് ചെയ്ത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇനി ഒരു നോർമലായിട്ട് നമ്മൾ ഓൾ ടൈം ചാർട്ട് നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ചാർട്ട്
ഇത് 2007 കാലഘട്ടത്തിലെ ഗോൾഡ് പീസിൻ്റെ പ്രൈസാണ്, ഏകദേശം 10 രൂപയാണ്. ഇന്നത് വന്ന് നിൽക്കുന്നത് 59 രൂപയിലാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് സിനാരിയോയിൽ ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? 59 രൂപ 67 പൈസ. അതായത് 496% ഓൾ ടൈം റിട്ടേൺ ഇത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ റിട്ടേണിനെ കുറിച്ചൊന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് 1 ഇയറിൽ ഇത് 17% റിട്ടേൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 വർഷത്തിൽ എത്രയാണ്? 12%. ഓരോ വർഷവും 12% സംതിങ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് 13% വെച്ച് ആവറേജ് റിട്ടേൺ ഇയർലിയിൽ തന്നിട്ടുണ്ട്. ഓൾ ടൈമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 11% തന്നിട്ടുണ്ട്. അതായത് നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 7% കിട്ടുന്നെങ്കിൽ അതിനേക്കാളൊക്കെ നല്ലൊരു റിട്ടേൺ, ഏകദേശം ഡബിളിനോട് അടുത്ത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൾ ടൈമിൽ നമുക്ക് 11% കിട്ടിയിരിക്കുന്നെങ്കിൽ, പക്ഷേ നമുക്ക് 11% പോരാ, നമുക്കതൊരു 20% എബോ അല്ലെങ്കിൽ 30% എബോയിലിട്ട് കിട്ടണം. അപ്പോൾ 30% എബോയിലിട്ട് കിട്ടണമെങ്കിൽ എന്താണ്, നമ്മൾ കുറച്ചും കൂടെ, അതായത് നോർമൽ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുറച്ചും കൂടെ നല്ല റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ നല്ല റിട്ടേൺ കിട്ടണമെങ്കിൽ എന്താണ്, നമ്മൾ നല്ല ഡിപ്പുകൾ കണ്ടെത്തി നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഡിപ്പുകൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഡിപ്പുകൾ കണ്ടെത്തുന്നതിന് എന്താണ്, നമ്മളൊരു മെത്തേഡ് വേണം ആ ഒരു ഡിപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. നമുക്ക് ഒരിക്കലും അറിയത്തില്ല ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പം ഇവിടം വരെ നിൽക്കുമോ, അതെയോ താഴോട്ട് വീണ്ടും ഇവിടം വരെ വരുമെന്ന്. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ എന്താണ്, ആ ഒരു ഡിപ്പുകൾക്കനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അനുകൂലമായ ഒരു റിട്ടേൺ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമുക്ക് മുമ്പോട്ട് പോയി നമുക്ക് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അവിടെ പോയി നമുക്ക് ചാർട്ടിൽ ഓരോ കാര്യങ്ങളും ഡ്രോ ചെയ്ത് നമുക്ക് സ്ട്രാറ്റജി ഡ്രോ ചെയ്ത് പഠിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, വളരെ എഫോർട്ട് എടുത്തിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള മെത്തേഡുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വേർഷൻ 1ഉം വേർഷൻ 2ഉം വേർഷൻ 3ഉം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പുതിയൊരു അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ടോപ്പിക്കുകൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൂടുതൽ പ്രചോദനമാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലായിട്ടുള്ള വീഡിയോസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വാല്യൂ ഉണ്ടെങ്കിൽ വാല്യൂ ഉണ്ടെന്ന് പറയുക, വാല്യൂ ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെയുള്ള കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ്, അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നു. ഞാനിവിടെ മൂവിങ് ആവറേജ് 4 മൂവിങ് ആവറേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ മൂവിങ് ആവറേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ലെങ്ത് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കളർ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കുറച്ചും കൂടെ ഡാർക്ക്, കുറച്ചും കൂടെ ബോൾഡ് ആക്കി മാറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വേർഷൻ 1ൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക, അതും വളരെ എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം അതിൻ്റെ ഏകദേശം സെയിം മെത്തേഡ് തന്നെയാണ് വേർഷൻ 2ലും അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ എന്താണ്, ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ ലെങ്തിന് വേരിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാറ്റം എന്താണ് വന്നേക്കുന്നത്, നമ്മൾ ഗോൾഡ് എന്ന് പറഞ്ഞ അസറ്റിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഒന്നാമത്തെ ഈ ഒരു ലൈൻ ഇതെത്രയാണ്, നമ്മുടെ 25 മൂവിങ് ആവറേജിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 25 മൂവിങ് ആവറേജ്, ഈ ഒരു മൂവിങ് ആവറേജ്. അപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് എന്താണ്, അതായത് കഴിഞ്ഞ വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും ചെറിയ ചാർട്ടല്ല എടുത്തിരിക്കുന്നത്, വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം വീക്കിലി ക്യാൻഡിലിൽ പഴയ 25 വീക്കുകളുടെ ഗോൾഡ് പ്രൈസിൻ്റെ ആവറേജ് പ്രൈസാണ് ഈ താഴെ വരുന്നത്. ഓക്കെ, മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഗ്രീൻ ലൈൻ എന്താണ്, 50 മൂവിങ് ആവറേജ്, 50 മൂവിങ് ആവറേജിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് പഴയ 50 വീക്കുകളുടെ ഗോൾഡിലുണ്ടായ പ്രൈസിലെ വീക്കുകളുടെ ക്ലോസിംഗ് പ്രൈസുകൾ ആഡ് ചെയ്തതിന് ശേഷം 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മൂവിങ് ആവറേജിൻ്റെ ഓരോ പോയിന്റുകൾ കിട്ടുന്നത്. ആ ഒരു പോയിന്റുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ ഒരു മൂവിങ് ആവറേജ് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഗ്രീൻ ലൈൻ എന്താണ്, 52 വീക്കാണുള്ളത്. അപ്പോൾ 50 വീക്കിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഒരു വർഷത്തെ ഗോൾഡിൻ്റെ ഡിപ്പ് കണ്ടെത്താൻ വർഷങ്ങളിലെ ആവറേജ് ആണ് എടുക്കുന്നത്. അപ്പോൾ വർഷത്തിൽ നല്ല ഡിപ്പുകൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഗ്രീൻ ലൈൻ നമുക്ക് കണ്ടെത്താൻ സഹായിക്കും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഈ ഒരു പിങ്ക് ലൈൻ ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ 100 മൂവിങ് ആവറേജ്. 100 മൂവിങ് ആവറേജ് ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. 100 വീക്കിലി മൂവിങ് ആവറേജ്, അതായത് കഴിഞ്ഞ 2 വർഷത്തെ ഡിപ്പ് കണ്ടെത്താനാണ് ഈ ഒരു മൂവിങ് ആവറേജ് നമ്മളെ സഹായിക്കുന്നത്. ഇനി നമ്മുടെ 150 മൂവിങ് ആവറേജ് റെഡ് ലൈൻ അതെന്തിനാണ് സൂചിക്കുന്നത്, നമ്മുടെ 3 വർഷത്തിലുണ്ടായ ഡിപ്പുകൾ കണ്ടെത്താൻ. ഓക്കെ, അപ്പോൾ മേജർ കറക്ഷൻസ് നമുക്ക് ഈ ഒരു റെഡ് ലൈൻ അല്ലെങ്കിൽ പിങ്ക് ലൈൻ പറഞ്ഞു തരും. ചെറിയ കറക്ഷൻസ് നമുക്ക് ഈ ഒരു ബ്ലൂ ലൈൻ പറഞ്ഞു തരും. ഈ ഗ്രീൻ ലൈൻ എന്താണ്, ഒരു മീഡിയം കറക്ഷൻസ് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും ചാർട്ടിലേക്ക് വന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എങ്ങനെ എൻട്രി എടുക്കാമെന്നൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫുൾ ഡേറ്റ് എടുക്കാൻ പോവാണ്. ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എവിടെ 2007 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2007 തൊട്ട് 2010 വരുമ്പോഴാണ് ഈ ഒരു റെഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഇത്രയും ടൈമിലെ ട്രേഡിംഗ് പ്രൈസുകളുടെ ആഡ് ചെയ്തതിന് ശേഷം
അതിനെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് 3 വർഷത്തെ മൂവിങ് ആവറേജ്. അപ്പോൾ ഇവിടെ തൊട്ടാണ് ആ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെഡ് ലൈൻ ഇതിന് മുമ്പോട്ട് വരയ്ക്കാത്തത്. ഈ ഒരെണ്ണം എന്താണ് 2 വർഷത്തെ മൂവിങ് ആവറേജ് ആണ്. ഇതെന്താണ് 1 വർഷത്തെ, ഇതെന്താണ് നമ്മുടെ 6 മാസത്തെ. ഓക്കെ, പോകാം എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗോൾഡിൽ മാത്രം വേർഷൻ 2 മാത്രമാണ് ചെയ്യുന്നവരെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ഗോൾഡിൽ നല്ല അഡ്വാൻസ്ഡ് SIP ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും. എന്താണ് ഈ ഒരു റീജിയണിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഈ ഒരു റീജിയണിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മളെപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു മൂവിങ് ആവറേജിലേക്ക് വരുമ്പം, 6 മാസത്തെ മൂവിങ് ആവറേജിലേക്ക് വരുമ്പം ഈ ഒരു ഡിപ്പിൽ, ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും? നമ്മളൊരു 4-5 മാസം നമ്മൾ ഒരു 1000 രൂപ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി മുകളിലേക്ക് പോയി വീണ്ടും ഈ ഒരു ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എത്ര എമൗണ്ട് മാറ്റി വെച്ചോ അത്ര എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എത്രയാണ്? നമ്മൾ കുറച്ച് എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. വീണ്ടും ഇത് താഴോട്ട് വന്നു ഗ്രീൻ ലൈനിലേക്ക് വന്നു. ഇവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്യും? നമ്മൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, വീണ്ടും മുകളിലേക്ക് പോയോ? വീണ്ടും താഴോട്ട് വന്നോ? ഏകദേശം ആ ഒരു റീജിയണിൽ തന്നെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഇത് മുകളിലേക്ക് പോയി ഈ ഒരു റീജിയണിൽ വന്നോ? ഈ റീജിയണിൽ വന്നു. ഈ ഒരു റീജിയണിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു റീജിയണിൽ ഇത്രയും ടൈമിൽ ഈ 2008 ഒരു ഒക്ടോബർ തൊട്ട് 2009 മാർച്ച് വരെയുള്ള ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല. ഈ ഒരു പൈസ എന്ത് ചെയ്യും? നമ്മൾ RD ഇടും, അല്ലെങ്കിൽ FD ഇടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡിൽ ഇൻവോൾവ് ആക്കും നമ്മുടെ ക്യാഷ്. ഒരിക്കലും ഗോൾഡിൽ എൻട്രി എടുക്കില്ല. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി വീണ്ടും മുകളിലേക്ക് പോയി ഇവിടെ വന്ന് കഴിയുമ്പോൾ എൻട്രി എടുക്കും. ഈ ഒരു ലൈനിൽ നമ്മൾ എൻട്രി എടുക്കും. എത്ര എടുക്കും? നോർമലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ എൻട്രി എടുക്കും. വീണ്ടും മുകളിലേക്ക് പോയി വീണ്ടും എൻട്രി എടുക്കും. ഏകദേശം ടച്ച് ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ എൻട്രി എടുക്കും, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഈ പഴയ എൻട്രീസ് എങ്ങനെയാണ്? അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തരുന്നുണ്ട്. ഓക്കെ, എന്ത് സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് നോക്കുക. വീണ്ടും ഈ ഒരു റീജിയനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ലൈനിലേക്ക് വന്നു. നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. അവിടെ നിന്ന് താഴോട്ട് വന്നു. ആ ഒരു സമയത്ത് നമ്മൾ എൻട്രി എടുക്കുമോ? ഗ്രീനിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് എൻട്രി എടുക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ കൃത്യമായിട്ടൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത് പോകാം. ആദ്യത്തെ ബ്ലൂ ലൈനിലേക്ക് വരുമ്പോൾ 1x, ഗ്രീനിലേക്ക് വരുമ്പോഴത്തേനും 2x, പിങ്ക് ലൈനിലേക്ക് വരും. പിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കളർ ആഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതായത് 150 മൂവിങ് ആവറേജിലേക്ക് വരുമ്പോൾ 3x അല്ല 4x. റെഡ് ലൈനിലേക്ക് വരുമ്പോൾ എത്രയാണ്? 8x. ഓക്കെ, മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എത്രയാണ്? 1x, ഇവിടെ 2x. ഈ ഒരു റീജിയനിൽ കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ എന്താണ്? വീണ്ടും ഈ ഒരു റീജിയനിൽ വരുമ്പോഴത്തേനും 1x, വീണ്ടും 1x. ഈ ഒരു റീജിയനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 2x. അതായത് നമ്മളിപ്പം ഈ ഒരു മാസത്തിൽ ഇങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് എമൗണ്ട് നമ്മൾ SIP പോലെ മാറ്റി വെച്ചിട്ടുണ്ടാകും. ആ ഒരു എമൗണ്ട് ഒന്നെങ്കിൽ ഈ ഒരു റീജിയനിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു 1x എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ ഒരു എമൗണ്ടിൽ വരുമ്പോൾ 10,000, ഈ ഒരു എമൗണ്ടിൽ വരുമ്പോൾ 10,000. 1x ഇപ്പം എക്സാമ്പിളായിട്ട് 10,000 ആണെങ്കിൽ ഈ ഒരു എമൗണ്ടിലേക്ക് വരുമ്പം നമുക്ക് 2x 20,000. ഈ ഒരു റീജിയനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 4x ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുന്നു. അതിമനോഹരമായിട്ട് ഇങ്ങനെയുള്ള റീജിയനിൽ ഇപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. നമുക്ക് ആ റെഡ് ലൈൻ, അതായത് 3 വർഷത്തെ ഒരു മൂവിങ് ആവറേജ് അതിനോട് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റീജിയനിൽ നല്ല വാല്യുവേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കുറച്ച് നല്ല വാല്യുവേഷനിൽ കിട്ടുന്നുണ്ടെന്നാണ്. അതായത് ഈ ഒരു കൺസോൾട്ടേഷൻ ഏകദേശം 2-3 വർഷത്തെ നടന്നു. അതിനുശേഷം അതിമനോഹരമായിട്ടുള്ള റാലി കിട്ടിയത് ആ ഒരു റിട്ടേൺ കൂടെ കൂടി തരാൻ വേണ്ടിയാണ്. വീണ്ടും 1x, 2x, 4x. ഈ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് SIP വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു റീജിയനിലൊക്കെ നമ്മൾ എൻട്രി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കുക. പക്ഷേ അതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു എന്നാ പറയാൻ പറ്റുള്ളൂ. ഇനി മുമ്പോട്ടും ഇതുവരെ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീജിയനിൽ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ കാണുമ്പോൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ഇത്രയും വലിയൊരു ഡേറ്റ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് എന്താണ് മനസ്സിലാക്കാവുന്നത്? നല്ല രീതിയിൽ തന്നെയാണ് ഇത് പെർഫോം ചെയ്യുന്ന ഈ ഒരു മെത്തേഡ്. വീണ്ടും 1x, 2x, 1x ഒന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും 2x കൊടുക്കാം. ഈ ഒരു റീജിയനിൽ ഇപ്പോൾ എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റിയാണ്. എത്രയാണ്? 1x. മനസ്സിലായോ? ഈ ഒരു റീജിയനിൽ എത്രയാണ്? 1x. അതിൻ്റെ അർത്ഥം എന്താണ്? 64 വരെ പോയ പ്രൈസ് ഗോൾഡ് ബീസിൻ്റെ അതിപ്പം 58-59 വരെ വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു റീജിയനിൽ എന്താണ്? നമുക്ക് നല്ലൊരു വാല്യുവേഷനാണ് കിട്ടുന്നത് ഈ ഒരു സിനാരിയോയിൽ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്
നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ ഏറ്റവും മനോഹരികത നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ സാലറിയുടെ ഒരു കുറച്ച് എമൗണ്ട് മാത്രം മാറ്റി വെക്കുക ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. അത് നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. അതിനുശേഷം അത് ലോങ് ടൈമിലേക്ക് പോയിക്കോട്ടെ, നമ്മുടെ സാലറിയുടെ ഒരു ചെറിയൊരു മൈന്യൂട്ട് പോർഷൻ മാത്രം മാറ്റി വെക്കുക ഒരു മെത്തേഡിന്. അതിനുശേഷം അതെന്താണ്, ഒരു ഇൻഡിവിജ്വൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ആ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ബ്രോക്കറിൽ ഒരു സിംഗിൾ മെത്തേഡ് ചെയ്യുക. കാരണം എന്താണ്, ഈ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ബ്രോക്കറിൽ നിങ്ങൾ ഇൻട്രാഡേയും ചെയ്യും, ഫ്യൂച്ചറിലും ഓപ്ഷനിലും ട്രേഡ് ചെയ്യും, മറ്റ് ട്രേഡ്സും അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റോക്കിൽ പെന്നി സ്റ്റോക്കുകളും ആഡ് ചെയ്ത് വെക്കും, നിഫ്റ്റിയുടെ സ്റ്റോക്കുകളും ആഡ് ചെയ്ത് വെക്കും. ടോട്ടലായിട്ട് കമ്പൈൻഡായിട്ട് ആകെപ്പാടെ നമുക്ക് ഡിസിപ്ലിനും ഫോളോ ചെയ്യാൻ പറ്റില്ല, ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലോങ് ടൈമിൽ നല്ല വെൽത്തും കിട്ടാതെ വരും. അതുകൊണ്ട് നല്ല ഡിസിപ്ലിനുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ആ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു വ്യക്തമായി നമ്മൾ ചെക്ക് ചെയ്ത് ബാക്ക് ഡേറ്റ ചെക്ക് ചെയ്തതിന് ശേഷം അതെനിക്ക് വിശ്വസ്തമായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റൂള് ഫോളോ ചെയ്ത് അതിൻ്റെ അകത്തായിട്ട് ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് ക്ലിയർ ആയതിനു ശേഷം നമ്മുടെ സാലറിയുടെ മറ്റൊരു പോർഷൻ നമ്മൾ രണ്ടാമതൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് അപ്ലൈ ചെയ്യുക. മൂന്നാമത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ മെത്തേഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ബെനിഫിറ്റ് വരുന്നത്? നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ SIP ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഏത് മെത്തേഡാണോ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എല്ലാ മെത്തേഡുകളും ഗ്ലോ ചെയ്യും. ഇപ്പോൾ ചിലത് കൂടുതൽ മുമ്പോട്ട് പോകും, ചില വഴി കുറച്ച് പുറകിലായിരിക്കും, ചിലത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഏതായാലും നല്ല രീതിയിൽ തന്നെ പോകും. ഇത് നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന ടാർഗറ്റിലേക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വഴിയാണെങ്കിലും നമ്മളെ എത്തിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനെ എടുക്കുക. ഇതൊരു നല്ല മെത്തേഡാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്തത്, ഒരിക്കലും വീഡിയോ ഒരു റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വേർഷൻ 2 ആണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു വേർഷൻ 1 ഞാൻ എത്ര കമൻറ്റ് ഞാൻ ഒരു ടാർഗറ്റ് പറഞ്ഞോ, അത് ഞാൻ 100 കമൻറ്റ്സ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. 100 കമൻറ്റ്സ് ഒന്നും കിട്ടിയില്ല, ഏകദേശം പകുതി കമൻറ്റ്സിനോട് വന്നുള്ളൂ. പക്ഷേ എന്നാലും അത്രയും കമൻറ്റ് കിട്ടിയത് തന്നെ ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഈ ഒരു വേർഷൻ 2 ഞാൻ ആ ഒരു കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറയുക. കൂടുതൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ക്വാളിറ്റി ഉള്ളൊരു കാര്യമാണ്. ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക, കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ മനസ്സിലാക്കുക, ഒരു മെത്തേഡ് ചെയ്യുക ഒരു സിംഗിൾ സ്റ്റോക്ക് ബ്രോക്കറിൽ. അപ്പോൾ താങ്ക് യു. ഓക്കെ, ഒരു പുതിയൊരു മെത്തേഡുമായിട്ട് വേർഷൻ 3 ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.